തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, പുതിയ നേതൃത്വം വരുന്നു. ഈ 2026 എന്താകുമെന്നാണ് സുരേഷ് ഏട്ടൻ കാണുന്നത്? അതല്ലാതെ തന്നെ നമുക്കൊരു ഒരു വ്യക്തമായ ഒരു തെര്യപ്പെടുത്തലുണ്ട് കേരളത്തിൽ. ഇതും കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഇസ് ഗോയിങ് ടു ബി എ കാറ്റലിസ്റ്റ്. രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ നല്ല ബന്ധമുള്ള നേതാവാണ്. ആത്മവിശ്വാസം അല്ലെങ്കിലും ചോർന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഇതൊരു ഒരു കാറ്റലിസ്റ്റ്. ഡൽഹിയിൽ നല്ല ബന്ധമുള്ള നേതാവാണ്. അപ്പോൾ അത് കേരളത്തിന് പൊതുവെ ഗുണകരമായിരിക്കില്ല. കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു അനുഭവ സമ്പത്ത് കൂടി അദ്ദേഹത്തിനുണ്ട്. താങ്കൾ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തുണ്ട്. അതെല്ലാം കൂടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഞാനുണ്ട്, ജോർജ് കുര്യൻ സാറുണ്ട്. കഴിഞ്ഞ കൗൺസിലിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, കൗൺസിലിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരുണ്ട്. ഇതെല്ലാം ഒരു വലിയ ഒരു വലയം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഒരുപക്ഷെ ഞാൻ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതിന് കാരണം തന്നെ അതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടിമ്പറിന് ഒരു എക്സ്ട്രാ ബോണൂടെ വന്നിരിക്കുന്നു. ഒരു വലിയ മാറ്റത്തിന്റെ സന്തോഷം ഉറപ്പായി. അതവർ ചെയ്തോട്ടെ. അതൊക്കെ ഓരോരുത്തർ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും. ഞാനത് അതിന് കൊടുക്കേണ്ട പുച്ഛത്തോടെ തള്ളു. അതൊരു മന്ത്രിയാണ്, സംസ്ഥാനത്തെ മന്ത്രിയാണ്. ആയിക്കോട്ടെ എന്ന് അവർക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റ്. അവരെ എന്റർടൈൻ ചെയ്യട്ടെ, അത്രേ. അത് ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെ അതിന്റെ വഴിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് എന്തിനാണ് ആയമ്മ വിഷമത്തിലാക്കുന്നത്? എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്കെപ്പോഴും അവരെന്ത് അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്, അവർക്ക് ആ ഒരു അവരുടെ അടുത്തേക്ക് ചെന്നത്. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. ഒന്ന് വരണം, ഞങ്ങളെ അവിടെ വന്നൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു. അതിൻ്റെ പിറ്റേന്ന് എനിക്ക് ചെല്ലേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് പിന്നീട് പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ ചെന്നിരുന്നു. ഇനിയും പോകാൻ തയ്യാറാണ്. കാരണം എൻ്റെ ശ്രമം അല്ലെങ്കിൽ എന്നെ അവിടെ പിന്തുണയ്ക്കുന്ന മന്ത്രിസഭയിലുള്ള നേതാക്കളുടെയൊക്കെ അതിന് നൽകുന്ന, എൻ്റെ ശ്രമത്തിന് നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട്, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നിയമപരമായിട്ട് ഇതെങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളതിൻ്റെ വ്യക്തമായ പഠനം നടത്തിയാൽ നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലൊന്നുമില്ല, നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും കേരള സർക്കാരിനോട്. ഇതിലെ കേന്ദ്രത്തിന്റെ സംസ്ഥാന സർക്കാർ പറയുന്ന കേന്ദ്ര സ്കീമാണ്. എന്താണ് നഡ്ഡാജി എന്താണ് അവിടെ പാർലമെന്റിൽ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ നിങ്ങൾ അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യൂ. അദ്ദേഹം വളരെ ഡെലിജന്റ് ആയിട്ടല്ലേ പറഞ്ഞത്. സാധ്യമാകുന്നതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ആശാമാരെ ഒന്നും സുഖിപ്പിക്കാനോ പക്ഷത്ത് നിർത്താനോ വേണ്ടി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത് എന്ത് അത് ചെയ്യാൻ ശ്രമിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അങ്ങനല്ലേ നിർത്തിയത്? അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇവർ ചോദിക്കുന്ന